സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. രാവിലെ സെല്ല് പരിശോധിക്കുന്നതിനിടയിലാണ് ഗോവിന്ദചാമി ജയിലിലില്ലെന്ന് അധികൃതർ മനസ്സിലാക്കുന്നത്. ജയിലിനകത്ത് അധികൃതർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സൗമ്യ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിയുകയായിരുന്നു ഗോവിന്ദചാമി. ഇയാൾക്കായി ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഗോവിന്ദചാമിക്ക് കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ്. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി DGP ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഒരു നമ്പർ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഇപ്പോൾ പോലീസ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ അതിർത്തികളിലും സംസ്ഥാന അതിർത്തികളിലും ഈ കൊടും പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെന്നാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊടും ക്രിമിനൽ തന്നെയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 1:15 ഈ പ്രതിയുടെ ജയിൽ ചാട്ടമെന്നാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. തുടർന്ന് 5 മണിയോടെ ഈ ജയിൽ അധികൃതർ അറിയുന്നു. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും മണിക്കൂർ കഴിഞ്ഞ സാഹചര്യത്തിൽ ജില്ലാ അതിർത്തികളും അതുപോലെ തന്നെ സംസ്ഥാന അതിർത്തിയും ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്, തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാലും സംസ്ഥാന പോലീസ് മേധാവിയും DGPയും ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടിയാനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഈ ട്രെയിനുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും ഒരു ജാഗ്രതാ നിർദ്ദേശം വേണമെന്നും കൂടി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട്. എന്നാലും കേരളത്തെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ഗോവിന്ദചാമി ഇന്ന് രാവിലെ 1:15 അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നും ചാടിയിട്ടുള്ളത്. എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചോ, അതുപോലെ തന്നെ ജയിലിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങളും നിലവിൽ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാലും സമീപ ദിവസങ്ങളിൽ ഗോവിന്ദചാമിയെ സന്ദർശിച്ച ഈ സന്ദർശകരെ കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദീപ്തി. രാജേഷ്, നമുക്കറിയാം ഈ ഒരു അതീവ സുരക്ഷാ ജയിലാണ് ഈ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ? പുറത്തു നിന്നുള്ള സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? കാരണം നമുക്കറിയാം ഇയാൾക്കൊരു കൈക്ക് സ്വാധീനമില്ലാത്തതാണ്. ആ ഒരാൾ ഇത്രയും സുരക്ഷിതമായ ഒരു ജയിലിൽ നിന്ന് പുറത്ത് ചാടണമെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയം നിലനിൽക്കുന്നുണ്ടോ? ഇത് പ്രധാനമായും ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിൽ ഗോവിന്ദചാമിയെ സന്ദർശിച്ച സന്ദർശകരെ കേന്ദ്രീകരിച്ച് പോലീസ് നിലവിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജയിലിനുള്ളിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതും നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മറ്റു തടവുകാരായിരുന്നു ഇതുപോലെ മതിലിൽ വടം കെട്ടിയ നിലയിൽ ഒരു വടം കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഈ ജയിൽ അധികൃതർ ഒരു തെരച്ചിൽ നടത്തുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം അറിഞ്ഞത്. എന്തായാലും 1:15 CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിച്ചതിൽ 1:15 ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ജയിൽ അധികൃതരും അറിയിക്കുന്നുണ്ട്. എന്തായാലും ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ച് 5 മണിക്കൂറിന് ശേഷമാണ് ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അതിർത്തിയിലും ജില്ലാ അതിർത്തിയിലും അതുപോലെ തന്നെ നഗര പട്ടണ പ്രദേശങ്ങളിലെല്ലാം ഒരു പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും ഈ ട്രെയിൻ യാത്രക്കാരെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന ഈ ആക്രമണങ്ങളെല്ലാം ഈ ഗോവിന്ദചാമി നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തും അതുപോലെ തമിഴ്നാടും ആന്ധ്രാപ്രദേശിലും ഈ പ്രതിക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടെന്നും നിലവിൽ ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ട്രെയിൻ യാത്രക്കാർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിക്കായുള്ള അല്ലെങ്കിൽ കേരള മനസാക്ഷി ഞെട്ടിച്ച ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ട് തന്നെ നിലവിൽ പോലീസ് DGPയും ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നുമാണ് ഇതുപോലെ കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ പ്രതി ജയിൽ ചാടുന്നത് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇതിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയം. എന്തായാലും
പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അകത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമീപ ദിവസങ്ങളിൽ ഈ പ്രതിയെ സന്ദർശിച്ച, അല്ലെങ്കിൽ പ്രതിയെ സന്ദർശിച്ച ആളുകളെ കേന്ദ്രീകരിച്ചും നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന വ്യാപകമായി തെരച്ചിലിന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഫോട്ടോയിൽ കാണുന്ന ആളുകളെ, അല്ലെങ്കിൽ ആളെ വെറും ഒരു കൈ മാത്രമുള്ള ആളെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാനും നിലവിൽ ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലെ അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും കൊടും ക്രിമിനലാണ് നിലവിൽ ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. പ്രതിക്കായുള്ള അന്വേഷണം സംസ്ഥാനത്തുടനീളം അതീവ അന്വേഷണം ഊർജിതമാക്കിയതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. തീർച്ചയായും സൗമ്യ കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. 2011 ഫെബ്രുവരി 1 എറണാകുളത്തു നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യയെ ഇയാൾ ആക്രമിച്ചത്. തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി സൗമ്യയിൽ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയായിരുന്നു. ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഇയാൾക്ക് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. ഇയാൾക്ക് ഒരു കൈ മാത്രമാണ് ഉള്ളത്. ഇയാൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അജേഷ്, നമുക്കറിയാം ഇയാൾ ജയിൽ ചാടിയത് രാവിലെയാണ് ജയിൽ ചാടിയത് എന്ന് നമുക്കറിയാം. ഇതിന് ശേഷം 7 മണിയോടെയാണ് ഈ പോലീസ് അല്ലെങ്കിൽ ജയിൽ അധികൃതർ ഈ ഒരു വിവരം അറിയുന്നത്. അത് തന്നെ ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ് എന്ന കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കില്ലേ? ദീപ്തി, ഏകദേശം 5 മണിക്കൂറിലധികമാണ് ഈ പ്രതിക്ക് അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സമയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഈ പ്രതി ഈ ജില്ലാ അതിർത്തിയോ അല്ലെങ്കിൽ സംസ്ഥാന അതിർത്തിയോ കടക്കാനുള്ള സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ പോലീസ് നോക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ഉടനീളം ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശവും അതുപോലെ തന്നെ അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നുമാണ് ഒരു പ്രതി ചാടിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കേരള മനസാക്ഷി ഞെട്ടിച്ച പ്രതി ചാടിപ്പോയിട്ടുള്ളത് എന്ന് തന്നെയാണ്. അതീവ സുരക്ഷാ ബ്ലോക്കായിട്ടുള്ള ബ്ലോക്കിൽ നിന്നുമാണ് പ്രതി ഇതുപോലെ, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു ബ്ലോക്കിൽ നിന്നുമാണ് പ്രതി ഇതുപോലെ ചാടിപ്പോയത് എന്ന് തന്നെയാണ് നിലവിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. ജയിലിലെ ക്വാറന്റൈൻ ബ്ലോക്ക് വഴിയാണ് ഇയാൾ പോയതെന്നാണ് നിലവിൽ ഇപ്പോൾ CCTV പരിശോധനയിൽ നിന്നും ജയിൽ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അസുഖമുള്ളവരെ മാത്രം താമസിക്കുന്ന ബ്ലോക്ക് ആയതിനാൽ അഴിയുടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ജയിൽ അധികൃതരും അറിയിക്കുന്നുണ്ട്. എന്തായാലും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ പുറത്തുനിന്നോ അകത്തുനിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇതുപോലൊരു ഒരു വലിയ വാർത്ത പുറലോകം അല്ലെങ്കിൽ കേരളം തിരിച്ചറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുടനീളം ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത് പ്രധാനമായും ഈ ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതി ഇത്രയും കാലം സമീപ കേസുകളെല്ലാം പ്രതിക്കുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനറൽ കമ്പാർട്ടിലെ യാത്രക്കാർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളും റെയിൽവേ പോലീസിനും നിലവിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തുടനീളം ബസ് സ്റ്റാൻഡുകളെ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ 1 മണിയോടെ ജയിൽ ചാടിയ പ്രതിക്ക് എത്ര സമയം സഞ്ചരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളും നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 10 മണിക്ക് ജയിൽ മേധാവിയുടെ യോഗം കൂടാനിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതി ജയിൽ ചാടിയിട്ടുള്ളത്. എന്തായാലും അതീവ സുരക്ഷയുള്ള ഒരു കണ്ണൂർ ജയിലിൻ്റെ സെല്ല് മുറിച്ചാണ് ഈ പ്രതി രക്ഷപ്പെട്ടത് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസും അറിയിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്നുമാണ് ഇതുപോലെ ഒരു ഒന്നേകാലോട് കൂടിയാണ് പ്രതി രക്ഷപ്പെട്ടത് എന്നതാണ് പോലീസും അല്ലെങ്കിൽ ജയിൽ അധികൃതരും അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിക്ക് എത്രത്തോളം സഞ്ചരിക്കാൻ സാധിക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് അന്വേഷിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് തടവുകാരെ എണ്ണി സെല്ലിക്കുള്ളിൽ കയറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ സെല്ലുകൾ തുറക്കുന്ന മുമ്പ് പരിശോധനയുണ്ട്. ഈ പരിശോധനയിടെയാണ് ഈ മറ്റു തടവുകാർ ഈ ജയിൽ മതിലിലെ ഈ വടം കാണുന്നത്. അതിനുശേഷമാണ് ഇതുപോലെ ജയിൽ അധികൃതർ ഈ സെല്ലിൽ പരിശോധന നടത്തുന്നതും അത് ഈ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടക്കുന്നതും 5 മണിയോടെ ഈ പ്രതി ജയിൽ ചാടിയിട്ടുണ്ട് എന്ന കാര്യം
ഔദ്യോഗികമായി അറിയുന്നതും. അതിനുശേഷമായിരുന്നു 7 മണി വരെയാണ് ജയിലിനുള്ളിൽ നിന്ന് തിരച്ചിൽ നടത്തിയത്. അതിനുശേഷമാണ് ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് അതിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ ജയിൽ ചാടിയതും ഈ ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതും തമ്മിലുള്ള സമയം ഈ പ്രതിക്ക് സംസ്ഥാനം കടക്കാനോ അല്ലെങ്കിൽ ജില്ലാ അതിർത്തി കടക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരള മനസാക്ഷി ഞെട്ടിച്ച പ്രതിക്കായുള്ള അന്വേഷണത്തിന് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നിലവിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയും നൽകിയിട്ടുണ്ട്. 2 റേഞ്ച് ഐ ജിമാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുമാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം അല്ലെങ്കിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേ പോലീസിനും ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സമീപകാലത്തെ പ്രതിയുടെ മോഷണങ്ങളെല്ലാം അല്ലെങ്കിൽ മറ്റു കേസുകളെല്ലാം ഈ ട്രെയിനുകളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഈ തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും വിവിധ സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ നിരന്തരം വിവിധ കേസുകൾ നിലവിലുണ്ടെന്ന് കൂടി നിലവിൽ ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിക്കായുള്ള അന്വേഷണം സംസ്ഥാനത്തുടനീളം ഊർജിതമാക്കിയെന്നാണ് നിലവിൽ ഇപ്പോൾ DGPയും അറിയിച്ചിട്ടുള്ളത്. ദീപ്തി, തീർച്ചയായും സൗമ്യ വധക്കേസ് പ്രതി ജയിൽ ചാടിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. പുലർച്ചെ 1:30 ഇയാൾ ജയിൽ ചാടിയതെന്നാണ് പ്രാഥമിക വിവരം. പുലർച്ചെ 7 മണിയോടെയാണ് ജയിൽ അധികൃതർ വിവരം അറിയുന്നത്. 10B ബ്ലോക്കിലായിരുന്ന ഗോവിന്ദചാമി തടവിൽ പാർപ്പിച്ചിരുന്നത്. പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ സെല്ലിൽ കാണാതായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സെല്ലിന്റെ കമ്പി മുറിച്ചു മാറ്റിയാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിന് പുറത്തു നിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അംഗപരിമിതമായ ഇയാൾ ജയിൽ മതിൽ ചാടുന്നതും ജയിലിന്റെ അഴികൾ മുറിക്കുന്നതും എങ്ങനെയെന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഗോവിന്ദചാമിക്കായി പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. 2011 ഫെബ്രുവരി 1 ട്രെയിൻ യാത്രയ്ക്കിടെ സൗമ്യ ആക്രമിക്കപ്പെടുന്നത്. എറണാകുളത്തു നിന്നും ഷൊർണൂരിലേക്കുള്ള ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. ഗോവിന്ദചാമി സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് പീഡിപ്പിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. രാജേഷ്, നമുക്കറിയാം ഈ ഒരു ഗോവിന്ദചാമി എന്ന് പറയുന്ന പേരും അതുപോലെ തന്നെ ഈ ആളുടെ മുഖവും നമുക്ക് വളരെയധികം സുപരിചിതമാണ്. ഈ ഒരു നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയ ഒരു പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മലയാളികൾ ഒരിക്കലും മറക്കില്ലാത്ത ഒരു പേരാണ് ഈ ഗോവിന്ദചാമിയും. അതുപോലെ തന്നെ ഈ ഒരു മുഖവും ഒരിക്കലും മറക്കില്ലാത്ത ഒരു കാര്യമാണ്. ഇയാൾക്ക് വധശിക്ഷ അടക്കം നൽകണമെന്ന് ശക്തമായ ഒരു ആവശ്യവും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അയാൾക്ക് ജീവപര്യന്തമായി ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതി ജയിൽ ചാടി എന്നൊരു വിവരം കൂടുതൽ ഭീതി പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രദേശത്തെ ആളുകളെല്ലാം വളരെയധികം